ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മോരുകറിയുടെ റെസിപ്പിയാണ്. ഇത് ബാച്ചിലേഴ്സിനായാലും നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കാൻ പോയിക്കുന്ന കുട്ടികൾക്കൊക്കെ നമ്മുടെ നാട്ടിലെ നാടൻ ചോറും മോരുകറിയും അങ്ങനെയുള്ള രസം അങ്ങനെയുള്ള കറികളൊക്കെ കൂട്ടി ചോറ് കഴിക്കാൻ അവർക്ക് ഒരുപാട് കൊതികളുണ്ടായിരിക്കും. ഇപ്പോൾ അങ്ങനെ കുറേ കുട്ടികളൊക്കെ എന്നോട് പറഞ്ഞു ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇടാണ്ടി ഞങ്ങൾക്ക് ഇവിടെയൊക്കെ ഉണ്ടാക്കി കഴിക്കാനോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോര് കറിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഇത് തേങ്ങ അരച്ചിട്ടൊന്നുമല്ല ചെയ്യുന്നത്, സാധാരണ ഉള്ളി വഴറ്റിയിട്ട് ചെയ്യുന്ന ഒരു കറിയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. നമുക്ക് കാണാം. ഓക്കെ, നമുക്ക് മോര് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. 2 സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഇഞ്ചിയും ഒരു 5-6 പീസ് വെളുത്തുള്ളിയും വേണം. അത് നീളത്തിൽ അരിയണം. ഓക്കെ, നമുക്ക് ആദ്യം ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അവിടെ കിടന്ന് മൂക്കുന്നുണ്ട്. ഇത് ഞാനിത് കുറച്ച് ചുമന്നുള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചുമന്നുള്ളി ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ ചുമന്നുള്ളി ഇല്ലല്ലോ, എനിക്ക് മോരുകറി ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട. ചുവന്നുള്ളി ഇല്ലെങ്കിൽ നമുക്ക് സാധാ സവാള ഇട്ടിട്ടാണെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ചുവന്നുള്ളി ഉള്ളത് കൊണ്ടാണ് ഇത് ചുവന്നുള്ളി എടുത്തത്. ഇതൊരു 10-15 പീസ് ചുവന്നുള്ളി ഉണ്ട്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു ചെറുതായിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ചുവന്നുള്ളിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് വഴണ്ടി വരും. ഉപ്പ് ചേർത്താൽ ഉള്ളിയോ സവാളയൊക്കെ വഴറ്റാൻ നേരം ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉള്ളി വാടി കിട്ടും. നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ചെറിയ തീയിലിട്ട് വേവിക്കണം. ഞാനിവിടെ മോരുകറിക്ക് വേണ്ടിയിട്ട് അൽമറായുടെ കട്ടത്തൈര് എടുത്തിട്ടുണ്ട്. ഇതൊരു 2 ഗ്ലാസ് കട്ടത്തൈരും എടുത്തു. പിന്നെ ഇതുപോലുള്ള മറ്റേ മോര്, ഈ മോര് ഞാൻ ഇത് 1 ഗ്ലാസ് ചേർത്തു. 2 ഗ്ലാസ് കട്ടത്തൈരും 1 ഗ്ലാസ് ഈ മോരും കൂടെ ചേർത്തിട്ടാണ് ഞാൻ മിക്സിയിലിട്ട് അടിച്ച് വച്ചിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും നല്ലത് മോരുകറി ഉണ്ടാക്കാൻ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് മോരുകറി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ നമ്മൾ ഈ 2 മോരും ഒരു 2-3 മണിക്കൂർ മുന്നേ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചാലാണ് നമുക്ക് ഒരു പുളി രസം അതിൽ ഫീൽ ചെയ്യുള്ളൂ. കാരണം വളരെ ഒട്ടും തന്നെ പുളിയില്ലല്ലോ. അപ്പോൾ കുറച്ച് സമയം വെളിയിലെടുത്ത് വെച്ചാലാണ് നമുക്ക് പുളി ഉണ്ടാവുള്ളൂ മോരിന്. ഓക്കെ, നമ്മുടെ ഉള്ളി ഏകദേശം ചെറുതായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് സമയം വഴറ്റണം. ഞാൻ അപ്പുറം അടുപ്പിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചു, കാരണം ഫോക്കസ് ചെയ്ത് കാണിക്കാൻ പറ്റുന്നില്ല അപ്പുറം അടുപ്പിൽ. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിത് ഒരു 12 പച്ചമുളകുണ്ട്. എരിവ് കുറഞ്ഞ പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ കുറച്ചധികം പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എരിവാണ് നമുക്കിതിൽ ഉണ്ടാകുന്നത്. മുളക് പൊടി ഞാനിതിൽ ചേർക്കുന്നില്ല. പച്ചമുളക് നന്നായിട്ട് വഴറ്റണം. നമ്മുടെ ഉള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ സ്പൂണിന് ഒരു 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. മഞ്ഞളിൻ്റെ പച്ചച്ചൊവയെല്ലാം മാറുന്ന വരെ വഴറ്റണം. ഇപ്പോൾ മഞ്ഞൾപ്പൊടി മൂത്ത മണം എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് അറിയില്ലായിരിക്കും. ഈ നല്ലൊരു സ്മെല്ല്, മഞ്ഞളും ഇതൊക്കെ മൂത്ത് വരുന്നതിൻ്റെ നല്ലൊരു സ്മെല്ല് തന്നെ ഉണ്ടാവും. ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ, മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം 2 സെക്കൻഡ് കഴിയുമ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ ഇതെല്ലാം ചെയ്യാനായിട്ട്. നമ്മൾ ഉള്ളി വഴറ്റുമ്പോഴും ചെറിയ തീയിൽ തന്നെ നമ്മൾ വഴറ്റിയെടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കും. അപ്പോൾ മഞ്ഞൾപ്പൊടി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഞാനൊരു വലിയ തക്കാളിയുടെ പകുതി തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. പകുതി തക്കാളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ചെറിയ തീയിലിട്ട് മൂടി വയ്ക്കുക. തക്കാളി നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത്, നല്ല ചൂട് വെള്ളം കേട്ടോ, ഇത് തിളപ്പിച്ച വെള്ളമാണ്.
ഈ ചൂടുവെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വീണ്ടും മസാല ഒന്ന് വേകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. 1/2 കപ്പ് വെള്ളം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരുപാട് വെള്ളം ചേർക്കരുത്. അതും തിളച്ച വെള്ളമാണെങ്കിലാണ് ഏറ്റവും നല്ലതാണ്. ഓക്കെ, നമ്മുടെ ഒഴിച്ച വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മോര് ചേർത്ത് കൊടുക്കാം. മനസ്സിലായല്ലോ മോര് എങ്ങനെയാണ് എടുത്തതെന്ന്. 2 കപ്പ് കട്ടത്തൈരിലേക്ക് 1 കപ്പ് സാദാ മോരോട് ചേർത്തിട്ട് ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. ഇതാണ് മോര്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മോര് ചേർത്തതിന് ശേഷം തിളച്ചു പോകരുത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് ഇതിലും കൂടുതൽ ലൂസ് വേണമെന്ന് ഉള്ളവർ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കാവുന്നതാണ്. ഒരുപാട് ലൂസ് വേണമെങ്കിൽ കുറച്ച് നമുക്ക് എത്രത്തോളം ലൂസ് വേണമെന്ന് വിചാരിച്ചാൽ അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ചൂടുവെള്ളം കുറച്ച് ചേർക്കുന്നുണ്ട്. അല്പം പോലും നമുക്കിതിൽ തീ അധികം ഇടരുത്. ഗ്യാസ് വളരെ കുറച്ച് സ്ലിം ഇട്ട് വേണം നമ്മളിത് ചെയ്യാൻ. തിളയ്ക്കാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് താളിച്ചെടുക്കണം. ഞാനതുകൊണ്ട് ഈ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുകയാണ്. ഇത് മോരുകറി കാച്ചി ഒഴിക്കുന്നതെന്നോ മോരുകറി താളിക്കുന്നു, പല നാടുകളിലും പല ഭാഷകളിലായിട്ടാണ് അറിയപ്പെടുന്നത്. ഇത് കടുക് പൊട്ടിച്ച് ഒഴിക്കുമെന്നൊക്കെ ചില നാട്ടിൽ പറയും. നമുക്കൊന്ന് കടുക് താളിച്ച് ഒഴിക്കാം. താളിക്കുന്ന പാത്രം ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ വെളിച്ചെണ്ണ ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. ഓക്കെ, വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ചെറുതായിട്ട് മൂത്ത് വന്നാൽ മതി, ഒരുപാട് കറുത്ത് പോകരുത്. ഉലുവ ചേർക്കുമ്പോൾ ഒരുപാട് കറുത്ത് പോകരുത്. അതിന് ശേഷം നമുക്ക് ഒരു കുഞ്ഞുള്ളി ഞാൻ അരിഞ്ഞതാണിത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ഉള്ളി അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മൂത്ത് വരട്ടെ. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 2-3 വറ്റൽമുളക്, ചുമന്ന മുളകാണിത്, വറ്റൽമുളക് 2-3 ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഞാനിവിടെ മുറിച്ചിട്ടുണ്ട്, അത് ഇതിനകത്തേക്ക് ചേർക്കാം. നന്നായിട്ട് വരട്ടിയെടുക്കാം. അതിനുശേഷം പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ, കുറച്ച് മതി. കുറച്ച് മഞ്ഞൾ കളർ നന്നായിട്ടുണ്ട്. ഞാൻ 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്തതല്ലേ. കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ചേർക്കാം. ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ആ മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മോരുകറി നമ്മൾ താളിച്ചതിന് ശേഷം എന്താണെങ്കിൽ ഏത് കറിയാണെങ്കിലും നമ്മൾ താളിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെക്കണം. കാരണം എന്നാലാണ് അതിൻ്റെ രുചിയും മണവും എല്ലാം അതിലേക്ക് ഇറങ്ങുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ അടിപൊളി മോരുകറി റെഡി ആയില്ലേ. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. ഉച്ചയ്ക്ക് ജോലി കഴിഞ്ഞിട്ടൊക്കെ ചെല്ലുമ്പോൾ പെട്ടെന്ന് മോരുകറിയൊക്കെ റെഡിയാക്കാൻ ഈസിയല്ലേ. അപ്പോൾ കുറച്ച് കുട്ടികൾക്കൊക്കെ ഇത് പ്രയോജനപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള ചെറിയ സിമ്പിൾ വീഡിയോസൊക്കെ ഞാൻ ഇനി ഇടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.